മോനെ ശശാങ്ക, നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വന്നിരിക്കുക. സ്വപ്നത്തിലേ പറയണോ? എനിക്ക് പറയാൻ വയ്യ. എങ്ങനെ ഞാൻ പറയും നിങ്ങളോട്? പറയണോ? ആ, ഞാൻ കടന്നിങ്ങനെ ഉറങ്ങിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നു. ഇത് എങ്ങനെ സാധിച്ചു? ഞാൻ കാണേണ്ടതുപോലെ കണ്ടു. അയ്യോ ദിവ്യൻ! മുത്തം നെറ്റിക്ക് ഇവിടെ തന്നു, കവളിൽ ഉമ്മ തന്നു, കെട്ടിപ്പിടിച്ചു, എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞു. മനുഷ്യനല്ലേ പുള്ളേ? നീ എന്നെ ട്യൂൺ ചെയ്തല്ലേ? എന്നിട്ട് മുത്തിയ നബി എന്നോട് പറയാ, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ, നിനക്ക് ദുനിയാവിലുള്ള എല്ലാം നിനക്ക് ഞാൻ തരാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ശീലായി പോയി, മാറ്റിക്കോളാം. പണവും തരാം, വീടും തരാം, മജ്ലിസും തരാം. എന്തേട്ടാ ഉണ്ടോക്കി കാണിക്കരുത്? ഇല്ല ഏട്ടാ. എനിക്ക് മുത്തുനബി ഒരു 3 ഏക്കർ സ്ഥലം കാണിച്ചു തന്നു. 3 കോടി രൂപയാണ്. അത് ശരി, ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടിയത്. മതിയായില്ലേ? ഗൂഗിൾ പേ വെക്കൂല, ഗൂഗിൾ പേ വെക്കൂല, അത് മുത്തുനബി തന്നെ വാങ്ങിത്തരാന്ന് പറഞ്ഞു. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. അതിന് കഴിവുള്ളവരെ നിന്റെ അടുത്തേക്ക് ഞാൻ വിട്ടോളാം എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? മുത്തുനബി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി റമദാൻ വരെ ഗൂഗിൾ പേ ഒന്നും വെക്കണ്ട എന്ന് പറഞ്ഞു. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല. വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? മിസ്റ്റർ പ്രേംകുമാർ, ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവും തോന്നുന്നില്ല. ഇനി റിസ്കാ. ഞങ്ങൾ ഉടനെ സ്ഥലം വിടേ.